ഒരു കാലത്ത് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഭരിച്ചിരുന്ന കമ്പനി, എന്നാൽ ഇന്ന് ഒന്നുമല്ല. ഏതാണ് ആ കമ്പനി എന്നും എന്താണ് ആ കമ്പനിക്ക് സംഭവിച്ചെന്നും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. കാരണം സക്സസ് സ്റ്റോറീസ് മാത്രം അറിഞ്ഞിരുന്നാൽ പോരല്ലോ, ഫെയിലിയർ സ്റ്റോറീസും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. 1985 വേണുഗോപാൽ ധൂത്ത് ഇന്ത്യയിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ ചെയ്യാൻ ആരംഭിച്ചത്. കാരണം ആ ഒരു ടൈമിൽ ഇന്ത്യയിൽ എല്ലാ ഇലക്ട്രോണിക്സും ഇമ്പോർട്ടഡ് ആയിരുന്നു, കോസ്റ്റ്ലി ആയിരുന്നു. സോ ആദ്യം ടി വി മാർക്കറ്റിലേക്ക് എത്തിച്ചു, പിന്നീട് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, അങ്ങനെ അധികം വൈകാതെ തന്നെ ഈ ഒരു കമ്പനി നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ട കമ്പനിയായി മാറി. എന്നാൽ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻവെസ്റ്റ് ചെയ്തു, DTH സർവീസ് കൊണ്ടുവന്നു, ഫിനാൻസ് സെക്ടറിലും ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവരുടെ ഫോക്കസ് എക്സ്പാൻഡ് ആയില്ല. കോടികളുടെ ലോൺസ് ആണ് ഡ്യൂ ആവാൻ ആരംഭിച്ചത്. ആൻഡ് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന പോലെ വേണുഗോപാലിനെതിരെ CBI ഫിനാൻഷ്യൽ ഫ്രോഡിന് കേസും ഫയൽ ചെയ്തു, ജയിലിലും ആക്കി. അങ്ങനെ 2018 കമ്പനി ബാങ്ക്രപ്റ്റ് ആയി. ആൻഡ് കമ്പനിയുടെ പേരാണ് വീഡിയോകോൺ. എവിടെയായിരിക്കും വീഡിയോകോണിന് തെറ്റുപറ്റിയത്? കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യാം.